എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പുതിയൊരു ജോബ് ന്യൂസുമായിട്ട് വന്നിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഉപകാരപ്രദമായ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ജോബ് ന്യൂസ് എന്താണെന്ന് നോക്കാം. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജോബ് ന്യൂസുമായിട്ടാണ്. കുടുംബശ്രീ കരാർ നിയമനം വിജ്ഞാപനം ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കുടുംബശ്രീ സംസ്ഥാന മിഷനിൽ ഒഴിവുള്ള സ്റ്റേറ്റ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാം മാനേജർ അനിമൽ ഹസ്ബൻഡറി തസ്തികയിലേക്ക് ചുവടെ ചേർക്കുന്ന യോഗ്യതകൾ ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. നിയമനം വാർഷിക കരാർ വ്യവസ്ഥയിലായിരിക്കും. അപ്പോൾ ഈ തസ്തിക എന്ന് പറയുന്നത് സ്റ്റേറ്റ് അസിസ്റ്റൻറ്റ് പ്രോഗ്രാം മാനേജർ അഥവാ അനിമൽ ഹസ്ബൻഡറി ആണ്. ഇത് ഒരൊറ്റ ഒഴിവാണുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ചു ഈ ഒരു പോസ്റ്റിൻ്റെ കാര്യം, ഈ ഒരു ന്യൂസിൻ്റെ കാര്യം ചെയ്യേണ്ട, കാരണം ആകെ ഒരു ഒഴിവാണ്, ഈ ഒരൊറ്റ ഒഴിവിലേക്ക് ആകെ ഒരു ഒഴിവല്ലേ എന്നുള്ള വിചാരത്തിൽ ഞാൻ ആദ്യം വിചാരിച്ചത് ഇങ്ങനെ ഒരു ജോബ് ന്യൂസിൻ്റെ ഇൻഫോർമേഷൻ യൂട്യൂബിൽ ഇടണ്ടെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പക്ഷേ എന്തോ എനിക്ക് തോന്നി ഒരൊറ്റ ഒഴിവാണുള്ളതെങ്കിലും ഇങ്ങനെ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഒരൊഴിവല്ലേ, അതിലേക്ക് ഇപ്പം എന്താ അപേക്ഷിച്ചിട്ടാ, ഭയങ്കര കോമ്പറ്റേറ്റീവ് ആയിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ച് ഒഴിവായി പോകുന്ന ഒരുപാട് പേരുണ്ടാവും. പിന്നെ മാത്രമല്ല അതിലേക്ക് അനിമൽ ഹസ്ബൻഡറി ആണ്, അതിൻ്റേതായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത പറയുന്നുണ്ട്. വെറ്ററിനറി സയൻസ്, ഫിഷറീസ്, ഡയറി ടെക്നോളജി എന്നിവയിൽ ഏതെങ്കിലും ബിരുദം വേണമെന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ബിരുദമുള്ള ആൾക്കാർ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒരാളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് നിയമന രീതി പറയുകയാണെങ്കിൽ കരാർ നിയമനമാണ്, നമ്മൾ ആദ്യം പറഞ്ഞു. പിന്നെ അതെങ്ങനെയാണ്, വേതനം പറയുന്നുണ്ട്, ജോലിയുടെ സ്വഭാവം പറയുന്നുണ്ട്, അപേക്ഷ സമർപ്പിക്കേണ്ട രീതി എങ്ങനെയാണ്, നിയമനം സംബന്ധിച്ച നടപടി സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് മുഖാന്തരമാണ് നടപ്പിലാക്കുന്നത്. അപേക്ഷാർത്ഥികൾ 500 രൂപ പരീക്ഷാ ഫീസായി അടയ്ക്കേണ്ടതാണ്. ഇനി നിയമന പ്രക്രിയ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സമർപ്പിക്കപ്പെട്ട ബയോഡാറ്റകളും പ്രവൃത്തി പരിചയവും വിശദമായി പരിശോധിച്ച് സ്ക്രീനിംഗ് നടത്തി യോഗ്യമായ അപേക്ഷകൾ മാത്രം തിരഞ്ഞെടുക്കുന്നതിനുള്ള പൂർണ്ണ അധികാരം CMDക്കുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ കൃത്യമായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് അവർ നിയമനം നടത്തുന്നത്. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്. അപേക്ഷകൾ www.cmd.kerala.government.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. 21-ാം തീയതിയാണ്, ഏപ്രിൽ 21 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് എന്ത് ചെയ്യണം, അപേക്ഷ സമർപ്പിക്കണം. മറ്റുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ഒഴിവാണുള്ളത്. അതിൻ്റേതായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയും ഇവിടെ പറയുന്നുണ്ട്. ആ പറഞ്ഞതിന് പ്രകാരം അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാരെയാണ് അവർ നിയമിക്കുന്നത്. സോ നിങ്ങൾ ഇത് ഇപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നവർക്ക് ഈ ഒരു ജോബ് ക്വാളിറ്റി ഉണ്ടായിരിക്കണമെന്നില്ല, യോഗ്യത ഉണ്ടായിരിക്കണമെന്നില്ല. ഓക്കെ, യോഗ്യത ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ യോഗ്യതയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവർക്കിത് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് വായിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.